السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഫെലിസിയ എന്ന ഈ സുന്ദര ദിനത്തിൽ നൂറിന്റെ നിറവിൽ സമസ്ത സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്ന വിഷയം ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി സംബന്ധിക്കാൻ പോകുന്നത്. നൂറ്റാണ്ടു മുതൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ചൈതന്യം നിലനിൽക്കുന്ന നാടാണ് കേരളം. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന് മദീനയിലെ ആദ്യകാല ഇസ്ലാമിക പ്രബോധന ചരിത്രത്തോളം പഴക്കമുണ്ട്. വിശ്വാസാനുഷ്ഠാചാരങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പൂർവ്വസൂരികളായ പണ്ഡിതരും കാണിച്ചു തന്ന മാർഗമായിരുന്നു കേരളത്തിലെ സത്യവിശ്വാസികൾ പിന്തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പാരമ്പര്യ മാർഗങ്ങളെ എതിർക്കുകയും ചില പുത്തൻ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ചില പരിഷ്കരണവാദികൾ രംഗത്തേക്ക് കടന്നു വന്നു. അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ യഥാർത്ഥ മാർഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയും 1926 സമസ്ത കേരള ജമിഅത്തുൽ ഉലമ പണ്ഡിത സഭ രൂപീകരിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന വിശാലമായ പണ്ഡിത സമ്മേളനത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമസ്തയുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രഭാഷണങ്ങളിലൂടെയും രചനകളിലൂടെയും ഉൽപ്പതിഷ്ണുക്കളുടെ ആശയവൈകല്യങ്ങളെ തുറന്നു കാട്ടിയും അനാഥമായി പോയ ഒരു ജനതയെ സന്നദ്ധമാക്കിയ ദീർഘദൃഷ്ടിയുള്ള നേതാവായിരുന്നു വരക്കൽ തങ്ങൾ. വരക്കൽ തങ്ങളോടൊപ്പം തന്നെ നവീനവാദികളെ ആദർശവയിൽ നേരിട്ട പാങ്ങിൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാരും തന്റെ സമ്പത്ത് മുഴുവൻ സമസ്തയ്ക്ക് ചെലവഴിച്ച മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാരും ശംസുൽ ഉലമയും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും നവീനവാദികളുടെ പേടി സ്വപ്നമായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരും നവീനവാദികൾക്കെതിരെ കൊടുങ്കാറ്റടിച്ച ഇ കെ ഹസൻ മുസ്ലിയാരും അടങ്ങുന്ന മഹാമനീഷികളായിരുന്നു സമസ്തയുടെ ആദ്യകാല നേതാക്കൾ. സമസ്ത നിലവിൽ വന്നതോടെ ദീനി വിജ്ഞാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും മദ്രസകളും ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരുന്നു. വൈജ്ഞാനിക സേവന രംഗത്ത് സമസ്തയുടെ വിപ്ലവങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായാണ് ജാമിയ സഅദിയ, മർക്കത്തു സഖാഫത്തു സുന്നിയ തുടങ്ങിയ ലോകോത്തര സ്ഥാപനങ്ങൾ നിലവിൽ വന്നത്. എന്നാൽ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് ചില നേതാക്കളുടെ പുറംതിരിച്ചിൽ വഴിപ്പെടാതെ താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ 1989 സമസ്ത പുനഃസംഘടിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നിതാന്ത പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന SIS ഇടപെടാത്ത മേഖലകൾ നന്നേ കുറവാണ്. കേരളം സാക്ഷിയായ പ്രകൃതി ദുരന്തങ്ങളിലും വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സമസ്തയുടെ ഈ പോഷസംഘവും ജനമനസ്സുകളിൽ ഇടം നേടി. രാഷ്ട്രീയാന്തത കൊണ്ട് വെട്ടും കൊലയും കൊലപാതകവും എല്ലാം നിരന്തരമാക്കിയ കേരള രാഷ്ട്രീയത്തിൽ പോലും സമസ്ത കൊണ്ട നിലപാട് ഇതര നേതൃത്വത്തിൽ പോലും അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റിന് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാതിരുന്ന നോളജ് സിറ്റി സമസ്തയുടെ ചരിത്രത്തിലെ തന്നെ നായികക്കല്ലാണ്. ലഹരിയിലും മധർമ്മബോധത്തിലും മതനിരസങ്ങൾക്കും ലിബറൽ ചിന്തകൾക്കും വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുതുതലമുറയിൽ നിന്ന് നല്ലവരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SSF-ന്റെ രൂപവൽക്കരണം. ഇന്നത്തെ വിദ്യാർത്ഥി സംഘടനകളെ എടുത്തു പരിശോധിച്ചാൽ SSF-നെ പോലെ അച്ചടക്കവും പ്രവർത്തനവും മികവുമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നിട്ട 100 സംവരണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ജനമനസ്സുകളിൽ കർമ്മധീരത കൊണ്ട് ചുടുചോര തിളങ്ങി നിൽക്കുന്നതായി കാണാം. സമസ്ത ഇത്രയധികം വിപുലീകരിക്കപ്പെടാൻ കാരണം എന്താണ്? ആരാണ് ഇതിന്റെ പിന്നിൽ? 100 വർഷങ്ങൾ കൊണ്ട് 7 ഭൂഖണ്ഡങ്ങളെ കീഴടക്കാൻ സാധിച്ചു എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആദരണീയായ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ 1974 സമസ്താരംഗ പ്രവേശനത്തിന് ശേഷമാണ് ഇതെല്ലാം സമസ്തയ്ക്ക് സാധ്യമായതെന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.